ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്റർ മാറ്റർണിറ്റി ആണ് എടുക്കുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ലിലിക്ക നാക്കോസ് അല്ലെ. ലിലിക്ക നാക്കോസ് ചെയ്തിട്ടുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കഥയും കൂടിയാണ് കേട്ടോ. വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കഥയും കൂടിയാണ് മാറ്റർണിറ്റി. നമ്മളിവിടെ തുടക്കം എന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു അവിടുത്തെ അർമേനിയൻ റെഫ്യൂജീസ്, മാർസിലസില് അർമേനിയൻ റെഫ്യൂജീസ് വന്നിട്ട് അവരുടെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതം നമ്മുടെ ഹീറോ എത്തിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ അടുത്ത പാരഗ്രാഫാണ് തേർഡ് പാരഗ്രാഫ്, പേജ് നമ്പർ 43 ലാസ്റ്റ് പാരഗ്രാഫ് കേട്ടോ. നമ്മൾ സ്റ്റോറി തുടങ്ങുന്നുള്ളൂ, കഥയുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഓഫ് ഓൾ ഓഫ് ദം, കുറെ റെഫ്യൂജീസ് ഉണ്ട്, അഭയാർത്ഥികളുണ്ട്. നമ്മൾ പറഞ്ഞു റിച്ചസ്റ്റ് ആയിട്ടുള്ളത് അവരുടെ കഴിവനുസരിച്ചിട്ട് അവർ ടെന്റുകൾ കെട്ടി, ബാക്കിയുള്ളവർ വെറുതെ ഒരു വിധി വിരിച്ചിട്ട് ഒരു 4 കാലുമോ ഒരു വിധി വിരിച്ചിട്ട് അതുകൊണ്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഓഫ് ഓൾ ഓഫ് ദം മിക്കാലി എലോൺ കുഡ് ഡു നത്തിങ്. എല്ലാ ആളുകളും നമ്മൾ പറഞ്ഞു അവിടെയുള്ള എല്ലാ പുരുഷന്മാരും പറ്റാവുന്ന ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ആരും ഇന്ന ജോലി ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര റിച്ച് ആയിട്ടുള്ള ആളുകളാണ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾ റിച്ച് ആണ്, അങ്ങനെ ഒരു ഡിഫറൻസും ഇല്ല. കിട്ടുന്ന ജോലിയൊക്കെ ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ടാണല്ലോ വിശപ്പ് എന്ന പീഡനം സഹിക്കാണ്ടിരിക്കാൻ. എന്ന് വെച്ചാൽ വിശക്കാതിരിക്കാൻ, എന്തെങ്കിലും വയറിട്ട് ഭക്ഷണം വിശക്കാതെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള വക കിട്ടാൻ വേണ്ടി എന്ത് ജോലി ചെയ്യാൻ തയ്യാറായിരിക്കുന്ന പുരുഷന്മാര്. പക്ഷെ അതിലെ ഒരാൾ മാത്രം ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാൾ. Of all of them, Mikali alone could do nothing. മിക്കാലിക്ക് മാത്രം ഒന്നും ചെയ്യണ്ട. He was not handicapped കേട്ടോ, എന്തെങ്കിലും അംഗവൈകല്യമുള്ള കുട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ മിക്കാലിക്ക് മാത്രം ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് നോക്കാം. He ate the stale bread. അവൻ എപ്പോഴും ഭക്ഷണം, ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണത്തിന് വേണ്ടി പണിയെടുത്ത് അവർ ശരിക്കും ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ മിക്കാലിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? സ്റ്റെയിൽ ബ്രെഡ് ഉള്ളൂ. സ്റ്റെയിൽ ബ്രെഡ്, സ്റ്റെയിൽ പഴകിയ ചീത്തയായി തുടങ്ങിയ ബ്രെഡ്. അവരൊക്കെ കഴിച്ചിട്ട് ബാക്കി വല്ലതും പഴയ ഉണങ്ങി തുടങ്ങി അങ്ങനെ ചീത്തയായ ബ്രെഡുകൾ. വിച്ച് ഈസ് നൈബേഴ്സ് കെയർ ടു ഓഫർ. അവന്റെ നൈബേഴ്സ്, അയൽപ്പക്കത്തുള്ളത്, അയൽപ്പക്കത്തെന്ന് വെച്ചാൽ അടുത്ത ടെന്റില് അടുത്ത ഷെഡിൽ കിടക്കുന്നവര് കൊടുക്കുന്ന എന്തെങ്കിലും ഉണങ്ങിയ സ്റ്റെയിലായിട്ടുള്ള പഴകിയ ഭക്ഷണം. ആൻഡ് ഇറ്റ് വെയ്ഡ് ഓൺ ഹിം. അതവനെ വളരെയധികം വിഷമിപ്പിച്ചു. അവനെ വിഷമിപ്പിക്കാണ്. ഫോർ ഹി വാസ് എ ബിഗ് ലാഡ്. നമ്മൾ ചെറിയ കുട്ടിയാണെങ്കിൽ അയൽപ്പക്കത്ത് പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തിന്നും ഇല്ലേ? ചെറിയ കുട്ടികൾക്ക് അങ്ങനെ വിഷമമുണ്ടോ? എത്ര ഉള്ളവരുടെ വീട്ടിൽ നിന്നായാലും ഇല്ലാത്തവരുടെ വീട്ടിൽ നിന്നായാലും ചെറിയ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തിന്നും. പക്ഷെ കുട്ടി വലുതായി കഴിഞ്ഞാൽ, ഒരു കുട്ടി വലുതായാൽ നിങ്ങൾക്കൊക്കെ അയൽപ്പക്കത്ത് പോയി എന്തെങ്കിലും വാങ്ങിച്ചു, എത്ര പട്ടിണി കിടന്നാലും എത്ര വിശന്നിരുന്നാലും അല്ലെങ്കിൽ നമുക്ക് എത്ര കൊതിയുള്ള ഇപ്പൊ ആർക്കും പട്ടിണി ഒന്നും ഉണ്ടാവില്ല നമ്മുടെ. പക്ഷെ ഇപ്പൊ നമുക്ക് കൊതിയുള്ള സാധനം അയൽപ്പക്കത്ത് വീട്ടില് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ കാണുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുവോ? അത് വാങ്ങിച്ചു തിന്നാനുള്ള മനസ്സുണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. കുട്ടി വലുതാകും തോറും അവന്റെ വിഷമം കൂടിയാണ്. കാരണം അവരൊക്കെ ജോലി ചെയ്ത് പണിയെടുത്ത് പൈസ കൊണ്ടുവന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാണ്. പക്ഷെ ഇവനതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഫോർ ഹി വാസ് എ ബിഗ് ലാഡ് ഓഫ് 14. കാരണം എന്താ? അവനിപ്പോ എന്തെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, അവന് മറ്റുള്ളവർ കൊടുക്കുമ്പോ കുഴപ്പമില്ല. പക്ഷെ ഇവനതല്ല. ഇവൻ പറയുന്നത് ഹി വാസ് എ ബിഗ് ലാഡ് ഓഫ് 14. 14 വയസ്സുള്ള ഒരു ബിഗ് ലാഡ് ബോയ്, ഒരു കുട്ടിയാണ്. ഹെൽത്തിയാണ്. അവന് ക്ഷീണിക്കോ അല്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റാത്തൊന്നുമല്ല. ഹെൽത്തി, നല്ല ആരോഗ്യം. ആൻഡ് റോബസ്റ്റ്. റോബസ്റ്റ് എന്താ വെച്ചാ നല്ല നല്ല കരുത്തുള്ള, നല്ല ശക്തിയുള്ളത്, നല്ല കരുത്തുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള 14 വയസ്സുള്ള കുട്ടിയാണ് മിക്കാലി. മിക്കാലിയുടെ ക്യാരക്ടർ സ്കെച്ച് വരും കേട്ടോ. അതിൽ ഈ സെന്റൻസ് ഒക്കെ പഠിക്കാം, മിക്കാലിനെ കുറിച്ച് പഠിക്കാം. എന്താണ് മിക്കാലി എന്ന് പറഞ്ഞാൽ? ഹി വാസ് എ ബോയ്, എ ബിഗ് ബോയ് ആണ്, 14 years old ആണ്. ആൻഡ് ഹി വാസ് എ ഹെൽത്തി ആണ്, റോബസ്റ്റ് ആണ്. ഇതൊക്കെ നമുക്ക് എഴുതാട്ടോ. മിക്കാലിന്റെ ക്യാരക്ടർ സ്കെച്ച് എല്ലാവർക്കും കിട്ടണം എഴുതാനായിട്ട്. ബട്ട് ഹൗ കുഡ് ഹി തിങ്ക് ഓഫ് ലുക്കിംഗ് forward when he literally bore on his back the burden of a newborn babe? ഒരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. അവൻ നല്ല ഹെൽത്തിയാണ്, ആരോഗ്യമുണ്ട്, റോബസ്റ്റ് ആണ്, നല്ല കരുത്തുള്ള, നല്ല ശക്തനായിട്ടുള്ള കുട്ടിയാണ്, 14 years old ആണ്. പണിയെടുക്കാൻ ഇതൊക്കെയായി അല്ലേ? എന്നിട്ടും അവൻ അവൻ ജോലിക്ക് പോകുന്നില്ല. അതിന് കാരണം എന്താണെന്ന്, അതാണ് അതിനകത്ത് നമ്മളോട് ചോദ്യം ചോദിക്കാണ്. ഇങ്ങനെ ഒരു കുട്ടിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? എങ്ങനെ കുട്ടി? അവൻ എന്താ നോക്കി,
അവന്റെ ബുദ്ധിമുട്ട് എന്താന്ന് നോക്ക്. ഹൗ കുഡ് ഹി തിങ്ക് ഓഫ് ലുക്കിംഗ് ഫോർ വർക്ക്? ഒരു ജോലിക്ക് വേണ്ടി അവൻ എങ്ങനെ നോക്കും, എങ്ങനെ ശ്രമിക്കും? വെൻ ഹി ലിറ്ററലി ലിറ്ററലി എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പറയും ഒരു കുടുംബത്തിന്റെ ഭാരം അവന്റെ ചുമറ്റിലാണ്, ഒരു കുടുംബത്തിന്റെ ഭാരം അവന്റെ ചുമലിലാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഭാരം അവൻ ബോർ ചെയ്യുന്നുണ്ട്, വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ പുറത്ത് ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടോ ആ കുടുംബത്തിനെ എന്നല്ല. എന്താ അതിന്റെ മീനിങ്? അവൻ ആ കുടുംബത്തിന്റെ ചെലവ് നോക്കണം. അപ്പൊ അവിടെ ബോർ എന്ന വാക്കിന്റെ, വഹിക്കുക എന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ് അല്ല കേട്ടോ, അക്ഷരാർത്ഥത്തിൽ അതല്ല. അവൻ ആ കുടുംബത്തിനെ എടുത്തോണ്ട് നടക്കല്ല. അവൻ എന്താ ചെയ്യുന്നത്? ആ കുടുംബത്തിന്റെ ചെലവുകളൊക്കെ നോക്കണം, ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പൊ അവന് കുറെ കഷ്ടപ്പാടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല പറഞ്ഞ, അക്ഷരാർത്ഥത്തിൽ അവൻ ചുമന്നുകൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പുറത്ത് ചുമന്നുകൊണ്ട് നടക്കാണ്. ലിറ്ററലി ബോർ ഓൺ ഹിസ് ബാക്ക്, അവന്റെ പുറത്ത് അവൻ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ദ ബർഡൻ ഓഫ് എ ന്യൂ ബോൺ ബേബി. രണ്ട് ഇതുണ്ട് വ്യത്യാസം. ദ ബർഡൻ ഓഫ് എ ന്യൂ ബോൺ ബേബി, ഒരു എന്താ ന്യൂ ബോൺ ബേബി? ന്യൂ ബോൺ, നവജാത ശിശു, ന്യൂ ബോൺ ബേബി. ന്യൂ ബോൺ ബേബി എന്ന് പറഞ്ഞാൽ ഒരു നവജാത ശിശുവിന്റെ ഭാരം നമ്മൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആ കുട്ടിയുടെ ഭാരം എന്നുവെച്ചാൽ കുട്ടീനെ എടുത്തോണ്ട് നടക്കണമെന്നല്ല, കുട്ടിയുടെ ചെലവുകളൊക്കെ. ഒരു ന്യൂ ബോൺ ബേബിന്റെ ഭാരം അവന്റെ ചുമലിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചെലവുകളൊക്കെ നോക്കണമെന്ന്. പക്ഷെ ഇവിടെ പറയാണ് അക്ഷരാർത്ഥത്തിൽ അവന്റെ ചുമലിലാണ് ആ ഭാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ആ കുട്ടീനെ ചുമന്നുകൊണ്ടേ നടക്കുകയാണ്. ആ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് അടുത്ത ലൈനുകൾ പറയുന്നുണ്ട് കേട്ടോ. ബട്ട് ഹൗ കുഡ് ഹി തിങ്ക് ഓഫ് ലുക്കിംഗ് ഫോർ വർക്ക് വെൻ ഹി ലിറ്ററലി ബോർ ഓൺ ഹിസ് ബാക്ക് ദ ബർഡൻ ഓഫ് എ ന്യൂ ബോൺ ബേബി? ഒരു ന്യൂ ബോൺ ബേബിനെ ചുമലിൽ കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിക്ക് ആരാ ജോലി കൊടുക്കുക? ഏതെങ്കിലും വീട്ടിലൊരു ജോലി കൊടുക്കോ? അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ജോലി കൊടുക്കോ? ഒരു കുട്ടീനെ പുറത്ത് ചുമന്നുകൊണ്ട് നടക്കാം, അതും വെറുതെ ചുമന്നുകൊണ്ട് നടക്കല്ലോ. ആ കുട്ടിയുടെ അവസ്ഥ പറയുന്നുണ്ട്. എപ്പോഴും കരഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്ന ആ കുട്ടീനെ കുറിച്ചാണ് പറയുന്നത്. സിൻസ് ഹിസ് ബർത്ത്, അവൻ ബർത്ത് ചെയ്തപ്പോ തുടങ്ങി, അവൻ ജനിച്ചപ്പോ തുടങ്ങി, വിച്ച് ഹാഡ് കോസ് ഹിസ് മദേഴ്സ് ഡെത്ത്. അത് പ്രാക്ടിക്കലി കൊടുത്തേക്കാം കോമയുടെ ഉള്ളില്. അവന്റെ ബർത്ത് എന്ന് പറഞ്ഞാൽ, അവന്റെ ജനനം എന്ന് പറഞ്ഞാൽ വിച്ച് കോസ് ദ മദേഴ്സ് ഡെത്ത്. ഇവനെ പ്രസവിച്ചോടുകൂടി അവന്റെ അമ്മ മരിച്ചു. അപ്പൊ പ്രസവത്തിൽ അവന്റെ അമ്മ മരിക്കാണ്. അപ്പൊ ഈ കുട്ടി ജനിച്ചപ്പോൾ അവന്റെ അമ്മ മരിച്ചു എന്ന്. സിൻസ് ഹിസ് ബർത്ത്, അവന്റെ ബർത്ത് എന്ന് പറഞ്ഞാൽ വിച്ച് ഹാഡ് കോസ് ഹിസ് മദേഴ്സ് ഡെത്ത്, അത് അവന്റെ അമ്മയുടെ ഡെത്തിന് കാരണമായി, അമ്മയുടെ മരണത്തിന് കാരണമായിട്ടുള്ള അവന്റെ ജനനം. He had wailed proclaiming his family state from morn till night. അപ്പൊ എന്താണ് ആ കുട്ടിയുടെ പ്രത്യേകത? ആ കുട്ടി, അപ്പൊ ലൈൻ വായിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സിൻസ് ഹിസ് ബർത്ത്, അവൻ ജനിച്ചപ്പോ തുടങ്ങി, he had wailed. അതിനിടയിലുള്ളത് കാരണം ഇതാ പറയുന്നത്, അവൻ ജനിച്ചപ്പോ അവന്റെ അമ്മ മരിച്ചു. ഇനി പറയണേ, അവൻ ജനിച്ചപ്പോ തുടങ്ങി, സിൻസ് ഹിസ് ബർത്ത് he had wailed. wailed cry, ഉറക്കെ കരഞ്ഞിരുന്നു. proclaiming his, നമ്മൾ പറയില്ലേ ചില കുട്ടികൾ കരയുമ്പോൾ നമ്മൾ പറയും ആ കുട്ടി കരയുന്നത് ഉറങ്ങാനാ, അല്ലെങ്കിൽ പറയും ആ കുട്ടി കരയുന്നത് വിശന്നിട്ടാണ്, അല്ലെങ്കിൽ ആ കുട്ടി വീണിട്ട് വേദനിച്ചിട്ടാ കരയുന്നത്. അങ്ങനെ നമുക്ക് കരച്ചിൽ കേട്ടാൽ അറിയാമല്ലേ ഒരു കുട്ടി എന്തിനാ കരയണേന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൻ പ്രൊക്ലെയിം ചെയ്യാണ്, പ്രഖ്യാപിക്കുകയാണ്, ഉറക്കെ വിളിച്ചു പറയുകയാണ് ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ്. എന്താ ഫാമിഷ്ഡ് സ്റ്റേറ്റ്? സ്റ്റേറ്റ് അവസ്ഥ. ഫാമിഷ്ഡ് വിശക്കുന്ന, അവന്റെ വിശപ്പിന്റെ അവസ്ഥ അവൻ മറ്റുള്ളവരോട് വിളിച്ചു പറയാണ്. എനിക്ക് വിശക്കുന്നേ എന്ന കുട്ടി വിളിച്ചു പറയുന്ന വിധത്തില് ഫ്രം മോൺ ടിൽ നൈറ്റ്, രാവിലെ തുടങ്ങി രാത്രി വരെ ഒരു തടസ്സമില്ലാതെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ ചുമലിൽ കൊണ്ട് നടക്കുന്ന മിക്കാലിക്ക് ആരെങ്കിലും ജോലി കൊടുക്കോ എന്ന്? ഹു വുഡ് ഹാവ് ആക്സെപ്റ്റഡ് മിക്കാലി സർവീസ്? അങ്ങനെയുള്ള മിക്കാലിയുടെ സർവീസ്, സേവനം ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യോ? ഏതെങ്കിലും കമ്പനിയില് അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലൊരു ജോലിക്ക് നിൽക്കാന്ന് വെച്ചാൽ ആരെങ്കിലും സമ്മതിക്കോ? ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ എന്തെങ്കിലും വേറെ നമുക്ക് ജോലി ചെയ്യാന്നല്ലേ? ആരെങ്കിലും സമ്മതിക്കോ? ഒരാളും അവന്റെ സർവീസ്, സേവനം ഇഷ്ടപ്പെട്ടില്ല. ഹു വുഡ് ഹാവ് ആക്സെപ്റ്റഡ്? ആരെ ആക്സെപ്റ്റ് ചെയ്യുക? സ്വീകരിക്കുക. ആര് സ്വീകരിക്കും മിക്കാലിയുടെ സർവീസ്? വെൻ ഹിസ് ഓൺ കമ്പാട്രിയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹിസ് ഓൺ കമ്പാട്രിയറ്റ്സ് വെച്ചാൽ അവന്റെ കൂടെ താമസിക്കുന്നത് അവന്റെ നാട്ടുകാര്. ഹിസ് ഓൺ കമ്പാട്രിയറ്റ്സ്, അവന്റെ സ്വന്തം നാട്ടുകാർ പോലും had chased him from their quarters. അവരുടെ ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ, അവരുടെ വീടുകളിൽ നിന്ന് അവരെ ഓടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് കാരണം എന്താണ്? അവരെല്ലാം ആരും മിക്കാലിക്ക് സർവീസ്,
അവരുടെ വീടുകളിൽ നിന്ന് ഓടിപ്പിക്കാൻ മിക്കാലി ചെല്ലുമ്പോഴേക്ക് അവിടെ നിന്ന് പൊയ്ക്കോ എന്ന് ഓടിപ്പിക്കുമെന്ന് കാരണം ബിക്കോസ് they were unable to bear the uninterrupted howls. എന്തിനു വേണ്ടിയിട്ടാ? they were unable to bear സഹിക്കുക. അവർക്ക് സഹിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. the uninterrupted ഒരിക്കലും ഇന്ററപ്റ്റ് ചെയ്യാൻ ചെന്നാണ് ഇടയിൽ കയറുക. അൺഇൻറ്ററപ്റ്റഡ് നിർത്താതെ ഒരു തടസ്സമില്ല, നിർത്താതെയുള്ള കരച്ചിൽ. ഹൗളി കരച്ചിൽ എന്നല്ല പറയണേട്ടോ. ഇവിടെ ഹൗൾ എന്ന് പറഞ്ഞാൽ ഓളിയിടാന്ന് എന്നുവെച്ചാ നമ്മൾ പറയില്ലേ, ഒരു കുട്ടി കരയാന്ന് പറയുന്നു, ഒരു കുട്ടി ഓളിയിട്ട് കരയാന്ന് പറയുന്നു. നമുക്ക് ദേഷ്യത്തിൽ പറയുമ്പോഴാണ് ഇവൻ എന്തിനീ ഓളിയിടുന്നേന്നിരിക്കും. കരയാന്ന് പറയുമ്പോ കരച്ചിലിന്റെ ഒരു ഇതാണ്. പക്ഷെ ഇവിടെ ആ കുട്ടിയുടെ നിർത്താതെയുള്ള ഓളിയിടല് വെച്ച് കെട്ടുതം നൈറ്റ്, രാത്രി പോലും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവൻ മിക്കാലി ചെല്ലുമ്പോഴേക്കും അവരൊക്കെ അവിടെ നിന്ന് ഓടിപ്പിക്കും. കാരണം മിക്കാലി അവിടെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് രാത്രി പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പാരഗ്രാഫില് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മിക്കാലിയുടെ അവസ്ഥ. ആദ്യത്തെ 2 പാരഗ്രാഫിൽ നമ്മൾ അർമേനിയൻ ക്യാമ്പിലുള്ള ഒരു അവസ്ഥ പറഞ്ഞോ. അത്രയും കഷ്ടപ്പെടുന്ന ആളുകളുടെ ഉള്ളില് അവര് ഹാപ്പിയാണ്. ഇപ്പോ അവര് കഷ്ടപ്പാടായി, പക്ഷെ അവരിപ്പോ ടെന്റൊക്കെ വെച്ച് കെട്ടി കഷ്ടപ്പാടിനെ അതിജീവിക്കാൻ അവര് പഠിച്ചു. പക്ഷെ അതിനേക്കാൾ ദയനീയം അവസ്ഥ മിക്കാലിയുടെ അവസ്ഥ. മിക്കാലിയുടെ ദുരിതാവസ്ഥയ്ക്ക് കാരണം എന്താണ്? ഹി ബോർ ദ ന്യൂ ബോൺ ബേബ്. അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി മീനിങ് ഹി ബോർ that newborn babe on his back. ചുമലിൽ ചുമന്ന് നടക്കുന്ന ആ കുട്ടിയുടെ ദയനീയ അവസ്ഥ, മിക്കാലിയുടെ ദയനീയ അവസ്ഥ. നല്ലൊരു ടോപ്പിക്കാണ് മിക്കാലിയുടെ ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. അത് ശരിക്കും എല്ലാ വഴി മിക്കാലിനെ കുറിച്ച് ഇവിടെ പറയുന്നത് എല്ലാം പഠിക്കണം. മിക്കാലി himself was dazed by this cry. നമ്മുടെ വീട്ടിലൊരു കുട്ടി ഇങ്ങനെ കിടന്ന് കരയാണ്, മറ്റുള്ളവർ കുറ്റം പറയും അല്ലേ? അവർക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്കും വിഷമം ഉണ്ടാവില്ലേ? നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ആരെങ്കിലും പറയും എന്റെ വീട്ടിലെ കുട്ടിയാണ് അവിടെ കിടന്ന് കരഞ്ഞോട്ടെ എന്ന് പറയോ? ഇല്ല. നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കെങ്കിലും എല്ലാവർക്കും അസഹനീയമാണ്. ഈവൻ മിക്കാലിക്ക് പോലും അസഹനീയമായി തുടങ്ങിയത്. മിക്കാലി himself was dazed by this cry. ഡേയ്സ് ഭ്രാന്ത് പിടിച്ച പോലെ, അവന് പോലും ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. അവന് പോലും എന്താണ് ഈ കുട്ടിയുടെ കരച്ചിൽ വിഷമിപ്പിക്കാൻ തുടങ്ങി. ഹിസ് ഹെഡ് വാസ് എംപ്റ്റി. അവന്റെ തല എംപ്റ്റി ആയി. തലയിൽ ഒന്നുമില്ലാന്ന് ചെന്നാ തലയിലൊന്നുമില്ല. അവനൊന്നും ചിന്തിക്കാൻ പറ്റാണ്ടായി. അവന്റെ തലയിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന നമ്മളിങ്ങനെ ആലോചിച്ചില്ല. അവനൊന്നും ആലോചിക്കുന്നില്ല. ഇപ്പൊ അവന് ഒരു ചിന്തയില്ല, ഒരു ആലോചനയില്ല. ഹി വാണ്ടേർഡ് അബൌട്ട് ലൈക്ക് എ ലോസ്റ്റ് സോൾ. ഇതുപോലെയാണ് ഹി വാണ്ടേർഡ്. അവന്റെ മനസ്സിൽ ഒരു ചിന്തയില്ല, ഒന്നും ആലോചിക്കുന്നില്ല. അവനിങ്ങനെ വാണ്ടറിങ്, അലഞ്ഞ് നടക്കുകയാണ്. ലൈക്ക് എ ലോസ്റ്റ് സോൾ. ഇത് ലോസ്റ്റ് സോൾ, ഗതി കിട്ടാത്തൊരു ആത്മാവിനെ പോലെ. നമ്മൾ പറയില്ലേ ഗതി കിട്ടാത്ത ആത്മാവാണെന്ന് വെച്ചാൽ വെറുതെ അലഞ്ഞിരുന്ന, ഒരു ലക്ഷ്യമില്ലാതെ ഗതി കിട്ടാത്തൊരു ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കും. ഡൈയിങ് ഫ്രം ലാക്ക് ഓഫ് സ്ലീപ്പ്. ഉറങ്ങാൻ പറ്റുന്നില്ല. സ്ലീപ്പിന്റെ ലാക്ക് എന്താ? അഭാവം, ഉറങ്ങാൻ പറ്റാണ്ട്. ആൻഡ് വിയറിനെസ്, ക്ഷീണം കൊണ്ടും. ഓൾവേസ് ഡ്രാഗിങ് അബൌട്ട്. അവൻ ഇങ്ങനെ ആടി നടക്കാണ്. വിത്ത് ഹിം ദ ഡെഫനിങ് ബർഡൻ ദാറ്റ് ഹാഡ് ബീൻ born for his misfortune and its own, and that had so badly chosen the moment to appear on this earth. അവൻ പറയണേ ക്ഷീണിച്ച് അവശനായിട്ട് ഉറക്കം, നമുക്ക് ശരിക്കും രാത്രി ഉറങ്ങാൻ പറ്റാണ്ട് നമ്മൾ ഉറക്കം ഇങ്ങനെ വെച്ച് നടക്കില്ലേ? അതുപോലെ ലാക്ക് ഓഫ് സ്ലീപ്പ് ആൻഡ് വെയറിനെസ്, ക്ഷീണമുണ്ട്, ഭക്ഷണം ശരിക്കും കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ ക്ഷീണം കൊണ്ടും തളർച്ച കൊണ്ടും ഓൾവേസ് ഡ്രാഗിങ് അബൌട്ട് വിത്ത് ഹിം. ഡ്രാഗിങ് ചെയ്യാം, വലിച്ച് കാലെടുത്ത് വലിച്ചു വെച്ച് നടക്കുകയാണ്. ദ ഡെഫനിങ് ബർഡൻ. ബർഡൻ എന്താ? ബർഡൻ, ഭാരം. ഡെഫൻ ചെവി പൊട്ടുന്ന വിധത്തിലുള്ള ബർഡൻ. കരച്ചില്, ആ കുട്ടിയുടെ കരച്ചില്. that had been born for his misfortune. നിർഭാഗ്യമാണ്. ആ കുട്ടി ജനിച്ചതേ നിർഭാഗ്യം. എന്ന് വെച്ചാൽ ആ കുട്ടി ജനിച്ചപ്പോ തന്നെ എന്റെ അമ്മ മരിച്ചു അല്ലെ? അപ്പൊ അത് തന്നെ നിർഭാഗ്യം കെട്ട കുട്ടി, ഒരു ഭാഗ്യം കെട്ട കുട്ടി. ആ കുട്ടി നിർഭാഗ്യവാനാണ് എന്ന്. ആൻഡ് ഇറ്റ്സ് ഓൺ, അത് അവന് തന്നെ നിർഭാഗ്യമാണ്, മറ്റുള്ളവർക്കും നിർഭാഗ്യമാണ്. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അമ്മ മരിച്ചതുകൊണ്ടല്ലേ പാല് കിട്ടാണ്ടായത്. അപ്പൊ ആ കുട്ടി നിർഭാഗ്യവാനാണ്. അതുപോലെ തന്നെ മിക്കാലി നിർഭാഗ്യവാനാകാണ് ആ കുട്ടി കാരണം. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ജോലി എടുത്ത് നടക്കാമായിരുന്നു. പക്ഷെ അവനും നിർഭാഗ്യവാനായി. ആൻഡ് ദാറ്റ് ഹാഡ് സോ ബാഡ്ലി ചോസൻ ദ മൊമെന്റ്. ഏതാണ്? സോ ബാഡ്ലി ചൂസൻ ദ മൊമെന്റ് ടു അപ്പിയർ ഓൺ ദിസ് എർത്ത്.
ഈ എർത്തിലേക്ക് കടന്നു വരാൻ ആ കുട്ടി തെരഞ്ഞെടുത്ത സമയം ഭയങ്കര മോശമാണ്. നമ്മൾ ആരും തെരഞ്ഞെടുത്തിട്ടല്ല, അല്ലെ? നമ്മൾ ജനിക്കുന്നത് നമ്മൾ ആരും തെരഞ്ഞെടുത്ത സമയമല്ല. പക്ഷെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. നമ്മൾ അറിയാതെ നമ്മൾ വിഷമിക്കുന്ന സമയത്താണ് ഇത് ഏത് സമയത്താണാവോ ഞാൻ ജനിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കുറിച്ച് പറയാം ഇത് ഏത് സമയമാണ് ആ കുട്ടി ജനിക്കാൻ തെരഞ്ഞെടുത്തൊരു സമയം. ആ കുട്ടി ഒരിക്കലും തെരഞ്ഞെടുക്കുന്ന സമയമല്ല. ദൈവം വിചാരിക്കുന്നിടത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ നമ്മൾ ദേഷ്യം വരുമ്പോ, വിഷമം വരുമ്പോ പറയാണ്, ഇവിടെ പറയണേ ആ കുട്ടി the moment of to appear on this earth, ഈ എർത്തിലേക്ക് അപ്പിയർ ചെയ്യാൻ പ്രത്യക്ഷപ്പെടാം, കടന്നു വരിക, ഇവിടെ കടന്നു വരിക എന്നുള്ളത്. ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ ആ കുട്ടി തെരഞ്ഞെടുത്ത സമയം എത്ര മോശമായിരുന്നു എന്ന്. എവരിബഡി ലിസൺ ടു ഇറ്റ് വിത്ത് ഇറിറ്റേഷൻ. എല്ലാവരും എന്താ ചെയ്യുന്നത്? ഇറിറ്റേഷൻ വെറുപ്പോടുകൂടി. ദേ ഹാഡ് സോ മെനി ട്രബിൾസ് ഓഫ് ദെയർ ഓൺ. എല്ലാവർക്കും അവരുടേതായ ട്രബിൾസ് ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ട്. എല്ലാവർക്കും അവരുടേതായ പ്രശ്നമുണ്ട്. ആ സമയത്ത് വേറൊരു കുട്ടിയുടെ ദുഃഖം കൂടി സഹിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? They all pitifully wish it would die. എല്ലാവരും പിറ്റിഫുള്ളി ദയനീയമായിട്ട് അവരൊക്കെ ആഗ്രഹിക്കുകയാണ് ഈ കുട്ടിയൊന്നും മരിച്ചിരുന്നെങ്കിൽ. നമ്മൾ ആരെങ്കിലും അസുഖം പിടിച്ച് ഭയങ്കരമായിട്ട് കിടക്കുമ്പോൾ നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരായാലും കുറെയൊക്കെ നോക്കും, അല്ലെ? അത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹിക്കും ഈ കുട്ടി അല്ലെങ്കിൽ ഈ ആള് അല്ലെങ്കിൽ ഈ വ്യക്തി ഒന്ന് മരിച്ചിരുന്നു. കാരണം അവർ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന, അതൊരു ദുരുദ്ദേശത്തിലല്ല കേട്ടോ. ആ വ്യക്തി കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കണേ എന്തായാലും രക്ഷപ്പെടില്ലെങ്കിൽ ആ വ്യക്തി ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന്. ഇവിടെ എല്ലാവരും അതുപോലെ ആഗ്രഹിക്കണേ ആ കുട്ടി ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന്. ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. പക്ഷെ അതും സംഭവിച്ചില്ല. ആ കുട്ടി ജനിച്ചതേ കാലക്കേടിന്റെ സമയം, അത്രയും മോശമല്ല, മിസ്ഫോർച്യൂൺ, ഭാഗ്യം കെട്ട നിർഭാഗ്യം പിടിച്ച ആ നിമിഷമാണ് ആ കുട്ടി ജനിച്ചത്. ഇനി എല്ലാവരും ആഗ്രഹിച്ച കുട്ടി മരിക്കണമെന്ന്, പക്ഷെ ആ കുട്ടി മരിക്കാൻ തയ്യാറല്ലായിരുന്നു എന്ന്. ബട്ട് ദിസ് ഡിഡ് നോട്ട് ഹാപ്പൻ. That did not happen for the newborn child sought. കാരണം ആ കുട്ടി ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. Child sought desperately to live. Desperately, നിരാശയോടുകൂടി ആ കുട്ടി ആഗ്രഹിക്കുകയാണ് ജീവിക്കണമെന്ന്. എങ്ങനെയെങ്കിലും ഒരിത്തിരി പാല് കിട്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ കുട്ടി കരയാണ്, ഓടിയിട്ട് കരയാണ്. And cry louder, ഉറക്കെ കരയാണ്. His famished state. അതിന്റെ ഫാമിഷ്ഡ് സ്റ്റേറ്റ്, വിശക്കുന്ന അവസ്ഥ, ദാരിദ്ര്യത്തിന്റെ വിശപ്പിന്റെ അവസ്ഥ വിളിച്ചറിയിച്ചുകൊണ്ട് ആ കുട്ടി ഉറക്കെ കരയുകയാണ്. The distracted woman stuffed their ears. ഇപ്പോ ആർക്കും വലിയ ഇഷ്ടമല്ല, എത്ര അമ്മമാരായാലും അവരവരുടെ മക്കൾ കരയില്ല. അടുത്ത വീട്ടിലൊരു കുട്ടി കരയണ കുറച്ച് നേരം ഒരു അടുത്ത വീട്ടിലൊരു കുട്ടി കരയണ കണ്ടാൽ നമ്മളൊക്കെ പറയുന്നതാണ് ഇത് എന്തിനാ കുട്ടി ഇങ്ങനെ കരയണ. ആദ്യം നമ്മള് നിർത്താതെ പിന്നെയും കരച്ചില്. അപ്പൊ എന്തൊരു കഷ്ടാ കുട്ടി കരയണേ. കുറച്ചു നേരം കഴിഞ്ഞ് രാത്രി നമുക്ക് ഉറക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്താ തോന്നേ, ആ കുട്ടിയുടെ കരച്ചിൽ നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ, നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്യും. ഇവിടെ എല്ലാ സ്ത്രീകൾക്കും, കാരണം ഇതൊരു ടെന്റാണ്, വെറുതെ ഒരു ഇതുള്ളൂ അല്ലെ, എല്ലാവരും ഇങ്ങനെ നിരന്ന് കിടക്കാൻ, ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. The distracted woman stuffed their ears. Stuff ചെയ്യാം, കുത്തി നിറച്ചു. ചെവിയിൽ നമ്മൾ എന്താ പഞ്ഞൊക്കെ കുത്തി നിറയ്ക്കുന്നത് എന്താ, കേൾക്കാണ്ടിരിക്കാൻ. ഇവിടെ ആളുകൾ ചെവിയിൽ കുത്തി നിറച്ചു എന്ന് കേൾക്കാതിരിക്കാൻ. And Mikali wandered about like a drunken man. മിക്കാലി ആണെങ്കിൽ ഒരു ഡ്രങ്കൻ മാൻ, കള്ളുകുടിയന്റെ പോലെയാണ്. കള്ളുകുടിയും കിടന്നിങ്ങനെ വെച്ച് ആടി നടക്കില്ലേ, അതുപോലെ. കാരണം അവന് ഉറങ്ങാനും പറ്റുന്നില്ല, ഭക്ഷണവും ഇല്ല, അങ്ങനെ ജസ്റ്റ് ലൈക്ക് എ ഡ്രങ്കൻ മാൻ മിക്കാലി. He had a penny in his pocket. കാരണം എന്താ, അവന്റെ പോക്കറ്റിൽ ഒരു പെന്നി പോലും, പെന്നി സ്മോൾ കോയിൻ, പൈസ, ഒരു പെന്നി പോലും ഇല്ല. ടു ബൈ ദ ഇൻഫന്റ് മിൽക്ക്. എന്ത് വാങ്ങിക്കാൻ? ഇൻഫന്റ് മിൽക്ക് എന്താ? ഇൻഫന്റിന് കൊടുക്കുന്ന, കുട്ടികൾക്ക് കൊടുക്കുന്ന പാല് വാങ്ങിക്കാനായിട്ട് ആ കുട്ടിക്ക് ഇത്തിരി പാല് വാങ്ങിച്ചു കൊടുക്കാൻ അവന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. And not one woman in the camp. ഇനി ആ ക്യാമ്പില് ഒരു വുമൺ, ഒരു സ്ത്രീ പോലും ഇല്ല. Was in the position to give it the breast. അവളുടെ ബ്രസ്റ്റ് കൊടുക്കാൻ, ഒന്ന് മുലകെട്ടി പാല് കൊടുക്കാനായിട്ട് ഒരു സ്ത്രീ പോലും ആ ക്യാമ്പില് ഇല്ല. Enough to drag one man. ഇതുപോലെ ഒരാളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ഇതൊക്കെ പോലെ. ഒരു പൈസ അവന്റെ കയ്യിലില്ല. ഒരു അമ്മേനെ, ഒരു സ്ത്രീനെ, ഏതെങ്കിലും ഒരു സ്ത്രീ ഒന്ന് പാല് കൊടുക്കാൻ ഒരു സ്ത്രീ പോലും ആ ക്യാമ്പില് ഇല്ല. അപ്പോ ഇതുപോലെ മിക്കാലിക്ക് ഇതുപോലെയെന്ന്, ഒരു മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ഇതുപോലെയെന്ന്. അപ്പൊ നമ്മുടെ മിക്കാലി ശരിക്കും ഒരു ഡ്രങ്കൻ മാൻ, ഒരു മാഡ് മാനെ പോലെ ആയി. അപ്പൊ മിക്കാലിന്റെ അവസ്ഥയെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. അർമേനിയൻ ക്യാമ്പിൽ മിക്കാലിനെ കുറിച്ച് പറയാണ്. മിക്കാലി ലിറ്ററലി ഹി ബോർ ദാറ്റ് ചൈൽഡ്, അല്ലെ? എന്താ കാരണം? ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഹിസ് ചൈൽഡ്, ഹിസ് ബ്രദർ ആണ്. അവൻ പറയാണ് ആ ബ്രദറിനെ, ആ ന്യൂ ബോൺ ബേബിനെ അവന് വഹിക്കേണ്ടി വരാൻ കാരണം
At the birth of that child, his mother died. അപ്പൊ അമ്മ മരിച്ച ആ കുട്ടീനെ നോക്കേണ്ട ചുമതല അവനായി. ആരുമില്ല സഹായിക്കാൻ. ഈ കുട്ടീനെ ചുമന്നുകൊണ്ടേ അവൻ നടക്കുകയാണ്. അതാണ് അവന്റെ ഏറ്റവും വലിയ ദുഃഖം. മിക്കാലിയുടെ അവസ്ഥ അങ്ങനെയാണ്. മിക്കാലി ഇപ്പൊ നമ്മൾ പറഞ്ഞു അവസാനിപ്പിക്കണം. നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടാണ്? മിക്കാലി now he was a drunken, just like not a drunken man, just like a drunken man. കുടിയനായിട്ട് ഒരു മനുഷ്യനെ പോലെ വേച്ച് നടക്കുകയാണ്. കാരണം he can't sleep. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ he had no money with him. ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ ഒരു പൈസ പോലുമില്ല. ആ കുട്ടിക്ക് ഒരു പാല് വാങ്ങിച്ചു കൊടുക്കാൻ പോലും അവന്റെ കയ്യിൽ പൈസ ഇല്ല. അവൻ തളർന്ന് അവശനാവാണ്. അപ്പൊ പറയുന്നത് ഇതൊക്കെ പോലെ ഒരു മനുഷ്യൻ ഭ്രാന്തനാകാൻ എന്ന് വെച്ചാൽ മിക്കാലി ജസ്റ്റ് ലൈക്ക് എ മാഡ് മാൻ. എല്ലാവരും ആട്ടി ഓടിക്കുന്ന ഒരു ഭ്രാന്തനെ പോലെയായി മാറി മിക്കാലി അവിടെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാഠം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ.